കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. അഷ്റഫ്, ജബ്ബാർ, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്. 5 തൊഴിലാളികൾ സ്ലാബിനുള്ളിൽ കുടുങ്ങിയിരുന്നു. ഇവരെ അഗ്നിശമന സേന പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 4 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ലോഡിംഗ് തൊഴിലാളികളായ ജബ്ബാർ, അഷ്റഫ്, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്. അദൃശ്യമായിട്ട് അവിടെ തൊഴിലാളികൾ ഇരിക്കുന്ന ഒരു ഏരിയ ആണത്. ഷോപ്പ് ഗോഡൌണായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളാണ്. ഇതിനെക്കാട്ടി മേഖലയായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികൾ ഒരു സാധാരണ സ്വാഭാവികമായിട്ട് അവിടെ ഇരിക്കുന്നതാണ്. പക്ഷെ യാദൃശ്ചികമായിട്ടാണ് ഇത് വീഴുന്നത്. പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിൽ വീഴുകയാണ്. ആ സമയത്ത് നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. കാരണം പെട്ടെന്ന് വലിയൊരു ഭീമാണ്. പക്ഷെ എന്തോ ഒരു കല്ലൊക്കെ മറ്റുള്ള ഒന്നല്ലല്ലോ വീഴുന്നത്. വലിയൊരു സാധനം വന്ന് വീഴുമ്പോൾ ഒന്നും രക്ഷപ്പെടാനാവും. അവർ മേത്തോട് രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ല അവർക്ക്. കാരണം അതിനുള്ളിൽ അകപ്പെട്ടു പോയി. അതിൽ 3 ആള് മരണപ്പെട്ട്, 2 ആളിപ്പോ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. ബീച്ചിൽ പോയി. പിന്നെ ഇപ്പൊ മെഡിക്കൽ കോളേജിലാണല്ലോ 2 ആൾ. പൊളിച്ചു മാറ്റാൻ പോലത്തെ ഓർഡർ ആയതാണ്. കോർപ്പറേഷൻ പൊളിച്ചു മാറ്റാൻ ഓർഡർ ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ്. പിന്നെപ്പോ തൊഴിലാളികളെ ഈ വ്യാപാരികളെ സ്റ്റേ കാരണം അത് കോടതി പൊളിച്ചേരി സ്റ്റേ ചെയ്ത് നിർത്തി. അതിന്റെ പ്രധാന കാരണമാണ് ഇപ്പൊ ഇന്നത്തെ ഈ ദാരുണമായിട്ടുള്ള ഈ അപകടത്തിന് കാരണം. കോർപ്പറേഷനെ പൊളിക്കാൻ ഓർഡറായി ഇട്ടതാണ്. പക്ഷെ വ്യാപാരികൾ കടകൾ ഷോപ്പ് ഒഴിഞ്ഞു കൊടുക്കണമല്ലോ എനിക്കത് പൊളിക്കണമെങ്കിൽ. പക്ഷെ ഒരു വീണ്ടും അതിൽ വീണ്ടും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേ കൊടുക്കും. അപ്പോൾ ആ പൊളിക്കൽ അവിടെ നിർത്തും, വേറൊരു അവധിക്ക് വെക്കും. അപ്പൊ അതങ്ങനെ ഇത് കാലാരണപ്പെട്ട ഈ ഒരു സാധനം അത് നീട്ടുപോകാനുള്ള കാരണം അതാണ്. ഇനിയിപ്പോ അത് ഫുള്ളായിട്ട് അപകടം വരും. അപ്പൊ ഇത് മൊത്തത്തിൽ ഇത് നിർത്തണം. ഇത് ബ്ലോക്ക് ചെയ്തിട്ട് രണ്ടാമത് ഇത് പൊളിക്കുന്ന വേണം. അല്ലാതെ ഇനി വീണ്ടും അപകടങ്ങൾ ആവർത്തിക്കും. അപ്പൊ അതുണ്ടാകാൻ പാടില്ല. മേഖലയിൽ നമ്മൾ വർഷങ്ങളായിട്ടുള്ള തൊഴിലാളികളാണ് നമ്മൾ ഇവിടെ തന്നെ. ഒരുപാട് അപകടങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അപകടം. അതെ ഇവിടെ ഒരുപാട് പഴയ കെട്ടിടങ്ങൾ ഉണ്ട് ഇവിടെ പൊളിക്കാനുള്ളത്. നമ്മൾ തന്നെ ഒരുപാട് സ്റ്റേ ആയിട്ട് അങ്ങനെ നിർത്തിയിട്ടാണ്. പക്ഷെ വെല്ലിങ്ങാടിയിൽ ഇത് പറഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പാസ്പോർട്ട് ഓഫീസ്, അതുപോലെ തന്നെ മറ്റേ സെയിൽ ടാക്സ് ഓഫീസൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. അതിലൊക്കെ വർഷങ്ങളായി പോയിട്ട് അന്ന് മുതലേ എന്ത് ചെയ്താണ് അത് മറ്റേ പോയതാ. 10-60 വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിപ്പോ 5 വർഷത്തോളം ഇത് മറ്റേ ഓർഡറായിട്ട് പൊളിക്കാനുള്ള ഓർഡറായിട്ട്. പക്ഷെ വ്യാപാരികൾ സ്റ്റേ കൊടുക്കും. അപ്പൊ അത് പൊളി നിർത്തും. അപ്പൊ ഒരു മാസമായിട്ടുള്ളൂ ഇപ്പൊ ഈ ഒരു ഷോപ്പ് തുറന്നിട്ട്. വീണ്ടും പുതിയൊരു ലൈസൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കാലഹരണപ്പെട്ട ഒരു ബിൽഡിംഗാണ്. അതിൽ വീണ്ടും കോർപ്പറേഷൻ ഒരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ അത് കോർപ്പറേഷന്റെ അപ്പൊ അത് നമ്മൾ പറയാനാവില്ല. എന്താണെന്നുള്ള നമുക്ക് പറയാനാവില്ല. കാരണം അതൊക്കെ പരിസരത്തിന്റെ മുകളിലാണ്. അത് സംബന്ധിച്ച് സാധാരണക്കാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട്. തൊഴിലാളികളാണ് ഇതിൽ വിഷയം വരുന്നത്. തൊഴിലാളിമാർക്ക് ഒരു വിഷയമില്ല. കാരണം പണിയെടുക്കുന്ന തൊഴിലാളി നഷ്ടപ്പെട്ട തൊഴിലാളികളാണ്. ആ കുടുംബത്തിന് പോയില്ലേ, 3 മരണം സംഭവിച്ചു, 2 ആളുകൾ ഹോസ്റ്റലില്ല. സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാന്നല്ല അവർ കുടുംബത്തിന് എന്ത് കിട്ടും? ഒന്നും പോയി. ജീവിതകാലം മുഴുവനും തീരാ നഷ്ടങ്ങളാണ്. അപ്പൊ ഇതിന് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതിനുള്ള കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നിട്ടും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവണം എന്നതാണ്. തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് തൊഴിലാളികൾ തന്നെയാണല്ലോ. തൊഴിലാളി മേഖലയാണ് ഇത്. തൊഴിലാളികൾ തന്നെ ഇതിന് പ്രതിഷേധിക്കാനുള്ളൂ. വേറെ ആരുമില്ല. തൊഴിലാളികൾ തന്നെയാണ് ഇവരെ ആക്ഷൻ എടുക്കേണ്ടല്ലോ. അതിനുള്ള നടപടി സ്വീകരിക്കാൻ തൊഴിലാളികൾ തന്നെ മുൻപന്തിയിൽ ഇറങ്ങലും. ഇപ്പൊ ഇവിടെ ബ്ലോക്കാക്കി. ഇനിയിപ്പോ നാളെ ഇവിടെ വെല്ലിങ്ങാടി മേഖല ബ്ലോക്ക് തന്നെയാണ്. ശക്തമായിട്ട് തന്നെ അതിനെ നമ്മൾ തൊഴിലാളികളെ ഇതിനെ പ്രതിഷേധിക്കും. യാതൊരു സംശയമില്ല. അവസ്ഥ ഇപ്പൊ 2 ആളെ അവസ്ഥ ഇപ്പോൾ ഗുരുതരാണ്. 2 ആളിപ്പം അത്രയും മുറിവാണ്. 3 ആള് മരണപ്പെട്ടും ചെയ്തിട്ടുണ്ട്. അതിനെ വളരെ മരണസംഖ്യ കുറവാൻ കാരണം ഇപ്പൊ അവിടെ ആൾ ഇരിക്കാത്തതിന്റെ പേരിലാണ്. കാരണം ഒരുപാട് ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഇന്ന് വളരെ ഇപ്പൊ ലോറി കമ്പി അതിനെ കൊണ്ട് നോമ്പും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് ഒത്തിരി അപകടം കുറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇതിലും കൂടും. റംസാൻ അതിനെ കൊണ്ട് അത്രയും കുറഞ്ഞു കിട്ടി എന്ന് പറയാം. നിസ്സാര നടപടി എല്ലാം ആവശ്യം. നമുക്കിത് ബ്ലോക്ക് ചെയ്യണം. ഇത് മേലെ ഇത് പൊളിച്ചു മാറ്റാനുള്ള നടപടി കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടാവണം. അതന്നെ ഈ മേഖല ഈ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും മറ്റു ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഡിപ്പാർട്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അങ്ങനെ ഒരു സ്ഥാപനം വലിയ കെട്ടിടം അടുത്ത് തീ പിടിച്ച് നശിക്കപ്പെട്ടല്ലോ, കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ്. അതും കോർപ്പറേഷന്റെ ഇതിലുള്ള അണ്ടറിലാണ്. അപ്പൊ കോർപ്പറേഷന്റെ അണ്ടറിലുള്ള പല സ്ഥാപനങ്ങളും കോർപ്പറേഷൻ എന്താക്കുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവര് കേവലം പൈസ വാങ്ങുക, എല്ലാം കൊടുക്കുക, മേൽവാടകയ്ക്ക് കൊടുക്കുകയാണ്. ഒരുപാട് വലിയ വാടകയ്ക്കാണ് ആളുകൾ കൊടുത്ത് വാങ്ങുന്നത്. അത്തരം സംഗതികൾ മാത്രം എന്താണ് നടക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, സുരക്ഷിതത്വം നോക്കുന്നില്ല. ഒരുപാട് തൊഴിലാളികൾ തൊഴിലെടുത്ത് വരുന്ന സംരംഭങ്ങളല്ലേ. അപ്പൊ അവിടെയൊക്കെ ഈ സുരക്ഷിതത്വം പ്രധാന ഘടകമാണ്. അപ്പൊ കൃത്യമായിട്ട് ഈ ആളുകൾക്കൊക്കെ എന്താക്കുന്നുണ്ട്, നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംഗതികൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്ക് പോയി അവരുടെ കുടുംബം ഒരു ജീവിതം 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത കോർപ്പറേഷൻ ഉള്ളതാണ്. അത് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൽ പരിക്ക് പറ്റിയത് കിടക്കുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരും കോർപ്പറേഷനും ഏറ്റെടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യണം.
അതോടൊപ്പം തന്നെ ഇത്തരം അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ കോർപ്പറേഷൻ പരിധിയിലുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കോർപ്പറേഷൻ കണക്കെടുത്ത് അത് മെയിൻ്റെനൻസ് ചെയ്തിട്ട് അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം. തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് സ്ലാബിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. സ്ലാബ് മുറിച്ചു മാറ്റിയ ശേഷമാണ് ഒരാളെ പുറത്തെടുക്കാനായത്. പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡിലെ കൂറ്റൻ സ്ലാബാണ് തകർന്നു വീണത്. കെട്ടിടം ഇപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിന്റെ ഗോഡൌണായി ഉപയോഗിക്കുകയാണ്. ഈ ഗോഡൌണിലേക്ക് സാധനങ്ങൾ ഇറക്കിയ ശേഷം തൊഴിലാളികൾ ഷട്ടറിനോട് ചേർന്ന് തറയിലിരുന്ന് വിശ്രമിക്കുന്നതിനിടയിലാണ് സ്ലാബ് തകർന്നു വീണത്. സംഘത്തിലുണ്ടായിരുന്ന 2 പേർ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കെട്ടിടം ഒഴിയണമെന്ന് കാണിച്ച് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയെങ്കിലും ചില വ്യാപാരികൾ അത് അവഗണിക്കുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ കെട്ടിടം ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുത്തിട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. ACV ന്യൂസ്, കോഴിക്കോട്.